ഹലോ, വെൽക്കം ടു മൈ നെസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പമുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സെലിബ്രേഷൻ ടൈമിൽ ഈ ലോക്ക്ഡൌൺ ഒക്കെ കാരണം പെട്ടെന്നൊരു കേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കേക്ക് ട്രൈ ചെയ്താലോ? അതിനാദ്യം നമുക്ക് ഒരു കപ്പ് മൈദ ഒന്ന് തരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തൊന്ന് തരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഒരു 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ഞാനിതിലൊരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എഗ്ഗ് ഒരു വൈറ്റിഷ് കളറായ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു ദോശമാവിന്റെ പരുവത്തിൽ കിട്ടുന്ന പാകത്തിനുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളത്. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ 3 ആക്കി മാറ്റാണ്. ഓരോന്നിലും ഓരോ ഫുഡ് കളർ ആഡ് ചെയ്യാണ്. ഇതിൽ ഞാൻ കൊക്കോ പൗഡർ ആണ് ആഡ് ചെയ്തത്. ഇത് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ചൂടായ ഒരു പാനിലേക്ക് നമ്മുടെ ബാറ്റർ അല്പം ഒഴിച്ചു കൊടുത്ത് അധികം പരത്താതെ ഒരു ചെറിയ റൗണ്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് മനസ്സിലാക്കുക. ഇനി നമുക്കിത് എടുത്തു മാറ്റി ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ഓരോന്നായി റെഡിയാക്കാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ എല്ലാ പീസും ഇതുപോലൊരു പാത്രം ഉപയോഗിച്ച് ഒരേപോലെ റൗണ്ടായി മുറിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ്. നമുക്കിതിന്റെ ഫിനിഷിങ്ങിലേക്ക് കടക്കാം. ഒരു പ്ലേറ്റ് ഇതുപോലെ കമഴ്ത്തി വെച്ച ശേഷം അതിന്റെ മുകളിൽ നമുക്ക് കേക്കിന്റെ ആദ്യത്തെ പീസ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി അല്പം ഒഴിച്ചു കൊടുത്തു. കേക്കിന്റെ ഫിനിഷിങ്ങിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്ടല്ലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയറുകളും ചെയ്തെടുക്കാം.
Just find it and take it, don't let regret it. Make me your only one. You choose it, don't lose it, don't let confuse it. Only then you begun. Feel like, feel like, feel like that. Feel. നമ്മുടെ കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നമുക്ക് സെറ്റാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ അറിയിക്കുക. താങ്ക്